ഹലോ ഗായ്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ടിയത്. അതിന് വേണ്ടി നമ്മൾ ജിഞ്ചർ, മിർച്ചി, ഉള്ളി, വെളുത്തുള്ളി ഇത്രയും എടുത്ത് അത് നമുക്ക് അരിഞ്ഞെടുത്ത് അടുപ്പിലിട്ട് സോട്ട് ചെയ്യാം. ഞാൻ സോട്ടയെല്ലാം അരിഞ്ഞ് വെച്ച് സോട്ട് ചെയ്തു. നല്ല ബ്രൗണായി വന്നപ്പം ഞാൻ ചിക്കൻ കഴുകി മാരിനേറ്റ് ചെയ്ത് അതിനെ ഞാൻ എന്ത് ചെയ്തു, വേവിച്ചെടുത്തു. ചിക്കൻ കഴുകി മാരിനേറ്റ് ചെയ്ത് എല്ലാം വെച്ചിരുന്നത് അത് നമുക്ക് ഉള്ളിലേക്ക് ഇടാം. ഞാനെല്ലാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്ത് ചിക്കനാണ് ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്ക് ചെയ്യാതെ വെറുതെ മാരിനേറ്റ് ചെയ്യാതെ വെറുതെ ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് പിന്നെ മസാല ഇടാം. നെക്സ്റ്റ് ഇത് കുറച്ച് ഇങ്ങനെ വേണോട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഒരു കുരുമുളക് ആഡ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കുരുമുളക് നമുക്ക് ആഡ് ചെയ്യാം. ഒരു സ്പൂണൊക്കെ മതിയാവും. വാരി വലിച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പിന്നെ സ്പൂണൊന്നും നോക്കാറില്ല. ടേസ്റ്റിനനുസരിച്ച് സ്പൈസിക്കനുസരിച്ച് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ കുക്ക് ചെയ്തപ്പം ഓവർ കുക്കായി. എന്നിട്ട് ഉള്ളി 2 സീറ്റ് അടിച്ചാൽ മതി. അല്ലെങ്കിൽ ചിക്കൻ്റെ പോസ്റ്റ്മോർട്ടമായി നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, പോസ്റ്റ്മോർട്ടം ആകാൻ തുടങ്ങി. കുറച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മളൊരു ഫ്രൈങ് പാനിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല നമുക്ക് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തു. ഉണ്ടല്ലോ, അധികം അങ്ങ് കരിയിക്കണ്ട കേട്ടോ. കരിച്ചത് കൊള്ളാവും. അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്ത് അതിനകത്തേക്ക് ഇടാം. നമ്മൾ ഈ ആക്കി വെച്ചേക്കണ ഇതിനകത്തേക്ക് ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്താൽ വെള്ളമില്ലാതെ ഇതിനകത്താക്കിയാലും. അപ്പം ഞാൻ വെള്ളം വറ്റിക്കാൻ വേണ്ടി ഈ വെള്ളം ഞാൻ കുക്ക് ചെയ്ത വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് വെള്ളം വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അത് ഒഴിച്ച് പൊരിയെടുക്കാം. നമ്മുടെ ചിക്കൻ കുറച്ച് ഇങ്ങനത്തെ പരിപ്പിലായി കിട്ടും. നാരങ്ങ ഒഴിച്ച് സെർവ് ചെയ്യാം. ഗായ്സ്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പരിപാടിയിൽ ചിക്കൻ വരട്ടിയെടുത്ത് കിട്ടും. ഇത് നിങ്ങൾ പക്കായിട്ടും ട്രൈ ചെയ്യണം. ഈസിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് സ്പൈസി അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. So until next episode, come back here. Bye bye.